പഠിച്ചിട്ടുണ്ട് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചും ബുള്ളറ്റ് നോട്ട് സ്റ്റിച്ചും. ആ സ്റ്റിച്ച് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിന്റെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്റ്റിച്ചാണ് നമ്മൾ ഈ റിംഗ് നോട്ട് സ്റ്റിച്ച്. തേർഡ് സ്റ്റിച്ച് ആയിട്ടാണ് നമ്മളിപ്പോൾ റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമുക്ക് സിമ്പിൾ സ്റ്റിച്ചാണ്. നമുക്ക് ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചിന് ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് നൂല് ത്രെഡ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഈ സ്റ്റിച്ചിന് ഒരു ലൂപ്പ് പോലെ ഇടും. നമ്മൾ ഈ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്യണ സെയിം സ്റ്റെപ്പ് ചെയ്തിട്ട് ഒരു ലൂപ്പ് പോലെ നമ്മൾ ചെറുതായിട്ട് ഈ റിംഗ് നോട്ട് സ്റ്റിച്ചിന് നമ്മൾ ചെയ്യും. വേറെ ഡിഫിക്കൽട്ടി ഒന്നുമില്ല സ്റ്റിച്ച് ചെയ്യാൻ. നമുക്ക് വേഗം ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ്. പിന്നെ സാവധാനം ടൈം എടുത്ത് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് ധൃതി കൂട്ടി ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ആയി പോവും. ഫുള്ളും വലിച്ചെടുക്കുമ്പോൾ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ആവും. ഇച്ചിരി ലൂപ്പ് ഇട്ട് റിംഗ് നോട്ട് സ്റ്റിച്ച് ആയിരിക്കും. അതാണ് ഈ സ്റ്റിച്ചിന് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് വേഗം ഈ സ്റ്റിച്ചിന് ചെയ്യാമെന്ന് നോക്കാം. പിന്നെ അതിന് തന്നെ ഒരു ഡിസൈനും ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ നമ്മൾ റിംഗ് നോട്ട് സ്റ്റിച്ച് അതിന് ചെയ്യാമെന്ന് നോക്കിയതിന് ശേഷം ഈ നോട്ട് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് റിംഗ് നോട്ട് സ്റ്റിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സിൻ്റെ ത്രെഡാണ് എടുത്തത്. നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഒരു സൈഡ് ഇങ്ങനെ ലീവ് ചെയ്തിട്ട് ഒരു സൈഡ് മാത്രമാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു ചെറുതായിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ ഞാൻ നമ്മുടെ നീഡിൽ മുകളിലേക്ക് എടുത്തു. നമ്മൾ എന്നിട്ട് ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യണ പോലെ തന്നെ നമുക്ക് നമ്മളുടെ നീഡിലിനെ ചുറ്റാം. നമുക്ക് മുകളിൽ കൂടെ താരത്തേക്കായാലും താരത്തിൽ കൂടെ മുകളിലേക്കായാലും ഈ സ്റ്റിച്ച് നമ്മളുടെ എങ്ങനെ നമ്മൾ ഏത് ഡയറക്ഷനിൽ നമ്മളുടെ ത്രെഡ് ഇട്ടാലും നമ്മൾ സ്റ്റിച്ച് ശരിയാവും. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഞാൻ വലിച്ചിട്ട് ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ ഇടാണ്. ചുറ്റിയിട്ട് ചെറുതായിട്ടൊരു ലൂപ്പ് പോലെ ഞാൻ അവിടെ ഇതാക്കുകയാണ്. അകത്തുനിന്ന് താരത്തേക്കാണ് നമ്മൾ കുത്തുന്നത്, പുറത്തല്ല നമ്മൾ നീഡിൽ കുത്തുന്നത്. നമ്മുടെ ഇന്ന പോർഷനിൽ തന്നെ വെച്ചിട്ടാണ് നമ്മളുടെ നീഡിൽ താരത്തേക്ക് എടുക്കുന്നത്. നമ്മളിപ്പോൾ അവിടെ വെച്ചാണ് ആ ലൂപ്പിലോ ജസ്റ്റ് കൈ പിടിക്കുക. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വലിക്കുമ്പോൾ നമ്മൾ ഈ ലൂപ്പ് നമ്മൾ വലിച്ചെടുക്കണ ഫോഴ്സിൽ ചിലപ്പോൾ അത് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് നമ്മളുടെ ഫിംഗർ ഒന്ന് പോയിന്റ് ചെയ്യാം. ഇവിടെ നമ്മളുടെ ആദ്യത്തെ റിംഗ് നോട്ട് സ്റ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ റിങ് പോലെയാണ് ഇത് ഇരിക്കുന്നത്. വലിച്ചെടുക്കുമ്പോൾ ഇത് ഫ്രഞ്ച് നോട്ടാവും. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ്. പക്ഷേ ഇത് ടൈം എടുത്ത് ചെയ്യണം. പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ത്രെഡ് പെട്ടെന്ന് വലിഞ്ഞു പോകും. അപ്പോൾ നമ്മളുടെ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ആയി പോവും ഇത്. ഇങ്ങനെ ഒരു ലൂപ്പ് ഇട്ടു. നമ്മൾ അകത്തേക്ക് ഇങ്ങനെ കുത്താണ്. നമ്മൾ അകത്തുനിന്ന് തന്നെയാണ് കുത്തേണ്ടത്. ഇങ്ങനെ കുത്തി നമ്മുടെ സ്റ്റിച്ച് കേടാവും. അതുകൊണ്ട് നമുക്ക് അകത്ത് നോക്കിയിട്ട് നമുക്ക് കുത്താം. നമ്മളുടെ ഫിംഗർ അവിടെ പോയിന്റ് ചെയ്യണം. ഫിംഗർ പോയിന്റ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ചാനലിൽ ഇതുപോലത്തെ ഞാൻ ഓരോ വെറൈറ്റി സ്റ്റിച്ചസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ നോട്ട് സ്റ്റിച്ചസിൽ തന്നെ നമുക്ക് ഫ്രഞ്ച് നോട്ട് വരുന്നുണ്ട്, ബുള്ളറ്റ് നോട്ട് വരുന്നുണ്ട്. ഒക്കെ അതിനെ ചെയ്യാനുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് എന്നിട്ട് ലൈക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് മാക്സിമം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും വേണം. പിന്നെ നമുക്ക് ഈ സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിത് ഏത് ഡയറക്ഷനിൽ നമ്മളെ ത്രെഡ് എടുത്താലും നമ്മുടെ സ്റ്റിച്ച് ചീറ്റ് ആവാൻ ചാൻസ് ഇല്ല. എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഡയറക്ഷനിലും നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ഇവിടെ ഒരു അടുത്ത ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഒരു സർക്കിളാണ് വരച്ചിരിക്കുന്നത്. അത് മൊത്തം ഈ റിംഗ് നോട്ട് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാണ്. ഞാൻ പുറത്തേക്ക് ഇതായിട്ടാണ് നിൽക്കുന്നത്. അകത്തേക്ക് ഇതാക്കിയിട്ട് എല്ലാം റിംഗ് നോട്ട് ചെയ്യുന്നത്. പുറത്തേക്കാണ് നമ്മൾ ഈ നോട്ട് വരണ്ടാവുക, ഈ ലൂപ്പ് വരണ്ടാവുക. അതുപോലെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ത്രെഡ് നമ്മൾ മുകളിലേക്ക് വലിച്ചെടുത്തു. നമ്മൾ എപ്പോഴും 6 strands തന്നെ ഒരു സൈഡ് ഇങ്ങനെ ലീവ് ചെയ്തിട്ട് ഒരു സൈഡ് മാത്രം ലോക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് അവിടെ തന്നെ നമ്മളുടെ റിംഗ് നോട്ട് സ്റ്റിച്ച് നമുക്ക് അവിടെ തന്നെ ചെയ്യാം. നമ്മൾ ചെരിച്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അനുസരിച്ചായിരിക്കും ഇപ്പം ഞാൻ താഴത്ത് വെച്ചിട്ടാണ് അവിടെ നോട്ട് ഇട്ടത്. നമ്മൾ സൈഡിക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സൈഡിലായിരിക്കും നോട്ട് വരണ്ടാവുക. അപ്പം നമ്മളുടെ ഡിസൈൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടാവുക. സൈഡിക്കാണോ ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമ്മളുടെ ഡിസൈൻ നോക്കിയിട്ടായിരിക്കും ചെയ്യേണ്ടാവുക. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ സർക്കിളൊക്കെ നിങ്ങളിപ്പോൾ ആ ഡിസൈനാണ് ചെയ്യണമെങ്കിൽ സർക്കിൾ ഫില്ല് ചെയ്യുമ്പോൾ അടുപ്പിച്ച് കുത്തണം, ഇല്ലെങ്കിൽ ഗ്യാപ്സ് വരും.
ഇങ്ങനെ ഗ്യാപ്സ് വരുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുത്തുമ്പോൾ നല്ല രസത്തിൽ നമ്മളുടെ ഈ ഫ്രഞ്ച് റിംഗ് നോട്ട് സ്റ്റിച്ച് നല്ല രസത്തിൽ ഇരിക്കും. നമുക്ക് നമ്മൾ ഈ റിംഗ് നോട്ട് സ്റ്റിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഡൗൺവേർഡ് പൊസിഷനിലായാലും അപ്വേർഡ് ആയാലും ഇല്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ നോട്ട് ഇടുന്നത് അതുപോലെ തന്നെ ചേഞ്ച് ഉണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് നിങ്ങൾ ഒരു ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ഫുൾ ഇങ്ങനെ പെട്ടെന്ന് വലിച്ചെടുക്കരുത്. നമ്മൾ കൈയൊന്ന് അവിടെ പോയിന്റ് ചെയ്തിട്ട് പതുക്കെ വലിച്ചെടുക്കണം. പിന്നെ നമ്മളിപ്പോൾ മുകളിൽ കൂടെ ഇട്ടാലും താഴത്തു കൂടെ ഇട്ടാലും സ്റ്റിച്ച് സെയിം ആയിരിക്കും വരണ്ടാവുക. അത് നിങ്ങൾക്കപ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം. നമുക്കപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ഇങ്ങനെ ഫുള്ളും ഫില്ല് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സർക്കിളും കൂടി ഇതിൻ്റെ ആളും ചെറിയൊരു സർക്കിളും കൂടി വരച്ചിട്ട് ആ സർക്കിളും ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്കിത് മൊത്തം ഫില്ല് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മൊത്തം ഫില്ല് ചെയ്തിട്ടുള്ള നമ്മളുടെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ റെഡും യെല്ലോയും കോമ്പിനേഷൻ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ റെഡിൻ്റെക്കാളും ചെറിയ സർക്കിളാണ് ഞാൻ ഇവിടെ യെല്ലോയ്ക്ക് എടുത്തത്. രണ്ടും ഡിഫറെൻറ്റ് സൈസാണ്. ഫുള്ളും ഞാൻ ഇങ്ങനെ റിംഗ് നോട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫുള്ളും റിംഗ് നോട്ട് യൂസ് ചെയ്ത് ഫില്ല് ചെയ്തൊക്കെയാണ്. പുറത്തേക്കാണ് നമ്മൾ ഈ ലൂപ്പ് വരുന്നത്, അകത്തേക്കല്ല. പുറത്തേക്ക് വെച്ചാണ് നമ്മളുടെ ഈ ലൂപ്പ് വരുന്നത്. നമുക്ക് ഈ സ്റ്റിച്ച് യൂസ് ചെയ്യാൻ നമ്മളുടെ നെക്ക് ഡിസൈൻസൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിപ്പോൾ 2 സർക്കിൾസ് ഞാൻ വരച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സർക്കിളും കൂടി വരച്ച് ഇതിൻ്റെ മാച്ച് ആയിട്ടുള്ള കളേഴ്സ് വെച്ച് നമുക്ക് നമ്മളുടെ കുർത്തയിലൊക്കെ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 മാച്ചിങ് കളേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ചെസ്റ്റ് പോർഷനിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാം. നമുക്ക് പിന്നെ നമ്മൾ നെക്കിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ ഇങ്ങനെ സർക്കിൾസൊക്കെ വരച്ചിട്ട് ഈ റിംഗ് നോട്ട് ഫില്ല് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പഠിച്ചത് റിംഗ് നോട്ട് സ്റ്റിച്ച് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യെല്ലും റെഡും വെച്ചിട്ടാണ് നമ്മുടെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു കുഞ്ഞ് സർക്കിൾ വരച്ചിട്ട് അതിന് ചുറ്റും ഞാൻ ഇങ്ങനെ റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്തു. പിന്നെ മൊത്തം ഫില്ല് ചെയ്ത് ഞാൻ റിംഗ് നോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്ത് തന്നെ. ഇവിടെ ഞാനൊരു ഇതിൻ്റെക്കാളും ചെറിയൊരു സർക്കിളാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അവിടെയും ഞാൻ യെല്ലോ കളർ വെച്ചിട്ട് റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ റെക്കോർഡ് ബുക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ചെറിയ ഡിസൈൻ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് മാത്രമായിട്ടല്ല ചെയ്യുക, പല ഡിസൈൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടിയും ഡെക്കറേറ്റീവും അട്രാക്റ്റീവും ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഡിസൈൻ എന്ന് പറയുന്നത് ഇതുപോലത്തെയാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ തന്നെ അല്ലാണ്ട് ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ഒക്കെ നമുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിപ്പോൾ 2 സർക്കിൾസ് ഞാൻ വരച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സർക്കിളും കൂടി വരച്ചിട്ട് ഇവിടെ നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ കുർത്തേനും ചുരിദാറിൻ്റെ ഒക്കെ ചെസ്റ്റ് പോർഷനിൽ നമുക്കിങ്ങനെ സർക്കിൾസ് ആക്കിയിട്ട് കുറേ സർക്കിൾസ് ചെറിയ ചെറിയ സർക്കിൾസ് ഒക്കെ വരച്ചിട്ട് നമുക്ക് ഈ ഫ്രഞ്ച് നോട്ട് റിംഗ് നോട്ട് വെച്ചിട്ട് നമുക്ക് മൊത്തം ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ബ്ലാക്ക് ഡാർക്ക് കളർ ക്ലോത്ത്സിലൊക്കെ നമുക്ക് സിൽക്ക് ത്രെഡ് ഒക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും, കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. നമുക്കപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നല്ല ഡിഫറെൻ്റ് ആയിട്ട് നമ്മളെ ഡ്രസ്സ് സ്വയം ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഈ സ്റ്റിച്ചൊക്കെ നമ്മൾ നല്ല ടൈം ചെയ്ത് ചെയ്യണ ഒരു സ്റ്റിച്ചാണ്. അപ്പം ഇതിപ്പോൾ പുറത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പോലും ഇത് വെച്ചിട്ട് ചെറുതായിട്ട് ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ തന്നെ നല്ല കോസ്റ്റ്ലി ആയിരിക്കും ആ ഡ്രസ്സ്. അപ്പം നമുക്ക് സ്വയം ചെയ്യാമെങ്കിൽ നമുക്ക് അധികം റേറ്റ് ഒന്നും കൊടുക്കാം. നമുക്ക് ഈ ത്രെഡ് വാങ്ങിച്ചിട്ട് ചെയ്യണൊരു എക്സ്പെൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് വേറെ ചിലവൊന്നും ഉണ്ടാവില്ല, നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇച്ചിരി ടൈം എടുക്കണം എന്നുള്ളൂ, വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും ഈ സ്റ്റിച്ച്. അപ്പം എൻ്റെ വീഡിയോ കാണേണ്ട എല്ലാ ഫ്രണ്ട്സും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും വേണം. പിന്നെ ഈ സ്റ്റിച്ചസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലുള്ള അഭിപ്രായം പറയണം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം എന്ന്. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി സ്റ്റിച്ചസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഇത് തന്നെ അല്ലാണ്ട് ദുപ്പട്ട വർക്ക്സിൻ്റെ ഒക്കെ ഡിസൈൻസ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കണ്ട് നിങ്ങൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.